കൂടി വെച്ചിട്ട് അതുണ്ടാവില്ലേ, അത് വേണ്ട. വെള്ളം തീർക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. കലങ്ങി തെളിഞ്ഞ നല്ല കിട്ടണോ, അതിന് ആദ്യം എന്ത് വേണം? തരിച്ചിനാല് കുറച്ച് കൂടുതൽ വേണം. അപ്പൊ മനസ്സിലായോ? നാളെ ഉദാഹരണം തിരിയല്ലോ, അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്. So the more qualified people better the success rates in selection. നന്നായിട്ടുള്ള ക്വാളിഫൈഡ് ആളുകൾ കിട്ടും. Can help the organization meet affirmative actions goals. നല്ല ഗോളും നല്ല അഫർമേറ്റീവ് ആയിരിക്കുന്ന ലക്ഷ്യം ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും നല്ല റിക്രൂട്ട്മെന്റ് നല്ലതാണ്. അപ്പൊ നമുക്ക് എല്ലാവരുടെ ബാക്കിലും പറയണ്ട, ഒരു റിക്രൂട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കവർ ചെയ്യാൻ ആരുപയോഗിക്കാം? ഇതിനുപയോഗിക്കാം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം പോയി കിട്ടും. ക്യാൻ ഇൻക്രീസ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. നമ്മുടെ ഓർഗനൈസേഷന്റെ എഫക്ട് കൂട്ടണമെങ്കിലും എന്ത് നിർബന്ധമാണ്? നമ്മൾ ടീമിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ രണ്ട് ആശയമുണ്ട്, രണ്ട് ലെവലിലാണ് കേൾക്കുന്നത്. ഒന്ന്, വരുന്നവരെ മുഴുവൻ തെരഞ്ഞെടുക്കുന്നതിന്റെ എണ്ണം കൂട്ടുക. രണ്ടാമത്, വന്നവരിൽ നിന്ന് വീണ്ടും ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് കൂട്ടുക. രണ്ടാണ്. ശസ്ത്രൊക്കെ ചോടിയില്ലേ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. മറ്റൊരു പെട്ടെന്ന് കേൾക്കുന്നവർക്ക് എന്താണ് അതിന്റെ തന്നെ അത് നമുക്ക് തോന്നും. രണ്ടും മലയാളം തന്നെയാണ്, പക്ഷെ ആശയ വ്യത്യാസമുണ്ട്. ഓക്കെ. മറ്റൊന്നാണ് നമ്മളുടെ എന്താ പറയാ, ഇമ്പോർട്ടൻറ്റ് റിക്രൂട്ട്മെന്റ് ഒരുപാട് നമുക്ക് പറയാൻ സമയമല്ല പറയാം. അപ്പോ ബേസിക് ആക്ടിവിറ്റീസ് അത് പറയാം. റിക്രൂട്ട്മെന്റിൽ ഏറ്റവും പ്രധാനം ഈ സാധനങ്ങളെ കൈക്കലുണ്ടോ? ഏതുവരെ എന്നാണോ നിങ്ങൾ പറഞ്ഞ സ്വപ്നത്തെ കണ്ടുപിടിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒന്നേതാണ് ലിസ്റ്റ്. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലിസ്റ്റ് ഫസ്റ്റ്. ലിസ്റ്റുള്ള ആൾക്കാരെ കൈപിടിക്കണം. ഓക്കെ, ഇവർക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലാത്തൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ലിസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല. മൈദ ഇല്ലാതെ പൊറാട്ട ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ മനസ്സിലായോ? ലിസ്റ്റ് മസ്റ്റ് ആണ്. സെക്കൻഡോ, ഇൻവിറ്റേഷൻ